ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ട്രംപിന്റെ രണ്ടാം വിജയം ഒരുപക്ഷെ അയാൾ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ഒരു വല്ലാത്ത മതിഭ്രമത്തിലാണ് അയാൾ ഇപ്പോഴുള്ളത്. ആരെ പിടിക്കണം ആരെ കടിക്കണം എന്നറിയാൻ കഴിയാത്ത ഒരു തരം ഭ്രമാവസ്ഥ. ഈ മതിഭ്രമം ഉള്ളത് കൊണ്ട് അയാൾ പറയുന്നതിലും പ്രവർത്തിക്കുന്നതിലും എല്ലാം ഒരു ലക്കുകെട്ട ഹാനുണ്ട്. അതിൽപ്പെട്ടതാണ് ചൈനയുടെ മേലുള്ള ട്രംപിന്റെ ദേഷ്യം. കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ചൈനയോട് പക തീർക്കാൻ അമേരിക്ക, പ്രത്യേകിച്ച് ട്രംപ് ശ്രമിക്കുന്നുണ്ട് എന്ന് വേണം പറയാൻ. 60കളിൽ റഷ്യയും അമേരിക്കയും തമ്മിലുണ്ടായ ശീതസമരത്തിനു മേലെയാണ് ഇപ്പോൾ ചൈനയോടുള്ള ട്രംപിന്റെ പക. ഇതിന് കാരണങ്ങൾ പലതുണ്ട്. ചൈന ശക്തിയിൽ അമേരിക്കയെ മറികടക്കുന്നു എന്ന ഭയമാണ് അതിൽ പ്രധാനം. പസഫിക് മഹാസമുദ്രത്തിൽ അമേരിക്കയും ചൈനയും ഇപ്പോൾ ഒരു യുദ്ധ സാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയാണ് എന്ന് നിങ്ങൾ അറിയേണ്ടതുണ്ട്. സൗത്ത് പസഫിക്കിൽ ചൈന വലിയൊരു സമുദ്രദ്വീപ് മേഖല സൃഷ്ടിച്ചത് അമേരിക്കയ്ക്ക് സഹിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. ഫ്രീഡം നാവിഗേഷൻ എന്ന പേരിൽ ചൈന അവിടെ യുദ്ധക്കപ്പലുകൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്കയെ വല്ലാതെ ഭയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ചൈന പസഫിക് മേഖലയിലെ സാന്നിധ്യം വർദ്ധിപ്പിച്ചപ്പോൾ ജപ്പാൻ, ദക്ഷിണ കൊറിയ, ഫിലിപ്പൈൻസ് മുതലായ സുഹൃത്ത് രാജ്യങ്ങളുമായി ചേർന്ന് ഒരു സംയുക്ത സൈനിക അഭ്യാസങ്ങൾ നടത്തി ശക്തി പ്രകടനം കാട്ടുകയാണ് അമേരിക്കയും പകരം ചെയ്തത്. ഇതിനെ ഇൻഡോ പസഫിക് തന്ത്രം എന്നാണ് ട്രംപ് പേരിട്ട് വിളിക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ഒരു സഖ്യം പോലെ നടത്തുന്ന ഈ പരിപാടി ചൈനയെ ഭയപ്പെടുത്താനുള്ള ട്രംപിന്റെ ഒരു പുതിയ അടവാണെന്ന് വേണമെങ്കിൽ പറയാം. ട്രംപിന്റെ ഈ ഉമ്മാക്കി കാട്ടിയുള്ള ഭയപ്പെടുത്തൽ ഒരു പഴയകാല യുദ്ധതന്ത്രം എന്നതിലപ്പുറമൊന്നുമില്ല. പസഫിക്കിൽ ഇങ്ങനെ ഒരു പോർവിളി നടക്കുമ്പോൾ ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് മോഹങ്ങളിലേക്കും ചൈനയുടെ കടന്നുവരവ് മറ്റൊരു തലവേദനയായിരിക്കുകയാണ് അവർക്കിപ്പോൾ. ഹൂത്തികൾ ഇത്ര ശക്തമായി പോരടിക്കുന്നത് ചൈനയുടെ സഹായത്തോടെയാണ് എന്നാണ് ട്രംപ് ആരോപിക്കുന്നത്. ചൈനയുടെ ചാങ്ഗുവാങ് സാറ്റലൈറ്റിൽ നിന്നുള്ള റിമോട്ട് സെൻസിംഗ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഹൂത്തികൾ US യുദ്ധക്കപ്പലുകളെയും വാണിജ്യ കപ്പലുകളെയും ട്രാക്ക് ചെയ്യുന്നതും ആക്രമിക്കുകയും ചെയ്യുന്നത് എന്നാണ് ട്രംപിന്റെ പരാതി. അത് നിർത്തണം എന്നാണ് അയാൾ ചൈനയോട് ആവശ്യപ്പെടുന്നത്. ട്രംപ് ഇങ്ങനെ ചൈനയോട് ആവശ്യം ഉന്നയിക്കുന്നതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം ഈ ഹൂത്തികളിൽ നിന്നും പ്രതിരോധമില്ലാതെ വരുമ്പോൾ അവരെ ഈ ഗസയിലെ പോലെ കൂട്ടക്കൊല ചെയ്യാനും അതിലൂടെ ഈ അമേരിക്കയ്ക്ക് ഈ ചെങ്കടലിൽ ഒരു ആധിപത്യം സ്ഥാപിക്കാനും ഒക്കെ കഴിയും. അതായത് അമേരിക്ക യുദ്ധം ചെയ്യുമ്പോൾ മറ്റുള്ളവർ ചാവാൻ വേണ്ടി വെറും കൈയോടെ മുന്നിൽ നിന്ന് കൊടുക്കണം എന്നൊരു തരം വാശിയാണ് ട്രംപിനുള്ളത്. അതാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം കാരണം. മറ്റുള്ളവർ അവരെ എതിർക്കാൻ പാടില്ല, അവർ പറയുന്നതിനപ്പുറം കടക്കാൻ പാടില്ല. അങ്ങനെ ഒരുപാട് നിയമങ്ങൾ ഈ ട്രംപിനുണ്ട്. ഇറാൻ ആണവ രാജ്യമാവരുന്ന് എന്ന് ഈ ട്രംപ് വാശി പിടിക്കുന്നതും ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. അഥവാ ഇറാനുമായി ഏറ്റുമുട്ടി അമേരിക്കയ്ക്ക് ഒരു തോൽവിയുടെ വക്കിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ആണവ പ്രയോഗം നടത്തി അതിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയും. ഇറാനിൽ നിന്നും തിരിച്ച് ഒരു ആണവ പ്രയോഗം ഉണ്ടാവുകയുമില്ല. അതിനാണ് അയാൾ ഈ ഇറാൻ ആണവായുധം ഉണ്ടാക്കരുത് എന്ന് വാശി പിടിക്കുന്നത്. ഈ ചൈനയുടെ കാര്യത്തിലും ഇങ്ങനെ ചില നിലപാടുകളാണ് ട്രംപിനുള്ളത്. ഈ ചൈനയ്ക്ക് പിന്നെ ആണവായുധം ഉള്ളത് കൊണ്ട് അത് ഉപേക്ഷിക്കണമെന്നൊന്നും പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് വലിയ അക്കാര്യം മിണ്ടുന്നില്ലെന്നേ ഉള്ളൂ. എന്നാൽ ചൈനയുടെ വളർച്ച അയാൾ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. ഇറാനിൽ നിന്നുള്ള എണ്ണ പനാമ കനൽ വഴി ചൈനയിൽ എത്തുന്നതും തിരിച്ച് ഇതുവഴി ഇറാനിലേക്കും ഹൂത്തികൾക്കും ചൈനീസ് ആയുധങ്ങൾ എത്തുന്നതും ട്രംപിന് വലിയ പ്രശ്നമായിരിക്കുകയാണ്. അതുകൊണ്ടാണ് അയാൾ പനാമ കനാൽ പിടിച്ചെടുക്കും എന്ന് നിരന്തരം ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പസഫിക്കും അറ്റ്ലാന്റിക്കും ചേരുന്ന പനാമ കനാൽ ഈ ലോകത്തുള്ള സകല രാജ്യങ്ങൾക്കും ഒരു സ്മാർട്ട് പോയിന്റ് തന്നെയാണ്. അതുവഴി ദിവസവും അനേകം കപ്പലുകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വ്യാപാര കപ്പലുകളും യുദ്ധക്കപ്പലുകളും അങ്ങനെ പല കപ്പലുകൾ ഇതുവഴി നിരന്തരം ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ വാടക മേടിച്ചാണ് പനാമ എന്ന കൊച്ചു ദ്വീപരാജ്യം തന്നെ ജീവിക്കുന്നത്. എന്നാൽ പനാമയിൽ ചൈനയുടെ സ്വാധീനം കുറയ്ക്കാനുള്ള ശ്രമം എന്ന വ്യാജന ഈ വരുമാനം തട്ടിയെടുക്കാൻ തന്നെയാണ് ട്രംപിന്റെ ശ്രമം എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. എന്നാൽ ഈ പനാമ കനാൽ പിടിച്ചെടുക്കൽ എന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പനാമ പിടിക്കാനുള്ള അമേരിക്കയുടെ ഏതൊരു ശ്രമത്തെയും ചൈന എതിർക്കും എന്നുള്ളതാണ് നിലവിലെ അവസ്ഥ. ഈ എതിർപ്പ് പസഫിക്കിലെ അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ കാര്യമായി തന്നെ ബാധിക്കുകയും ചെയ്യും. ഈ അമേരിക്കൻ യുദ്ധക്കപ്പലുകളുടെ നീക്കം നിരീക്ഷിക്കാനും തടസ്സങ്ങൾ ഉണ്ടാക്കാനും ചൈന ശ്രമിക്കുന്നത് മാത്രമല്ല, ചൈനയിൽ നിന്നുള്ള ഇന്റലിജൻസ് ഭീഷണി അതിലും വലുതായി അമേരിക്ക നേരിടേണ്ടി വരും. യുദ്ധക്കപ്പലുകളുടെ നീക്കങ്ങളും രഹസ്യങ്ങളും ചൈന ചോർത്തുമെന്ന കാര്യം ഉറപ്പു തന്നെയാണ്. രണ്ടു കൂട്ടരും മാനവരാജ്യമായതുകൊണ്ട്
ഇതിൻ്റെ എല്ലാം പേരിൽ ഒരു യുദ്ധം ഉണ്ടാക്കാനോ അല്ല ഒരു ആക്രമണം നടത്താനോ ഒന്നും ഒരിക്കലും അമേരിക്കയ്ക്ക് കഴിയില്ല. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് ചൈന അമേരിക്കയെ വല്ലാതെ അലട്ടുകയാണ്. എന്നാൽ ഒരു വ്യാപാര യുദ്ധത്തിലൂടെ ചൈനയെ തോൽപ്പിക്കാമെന്ന് ഒരുതരം വാശി അത് അമേരിക്കയ്ക്ക് തന്നെയാണ് തിരിച്ചടി ആയിരിക്കുന്നത്. കാരണം ലോകം മുഴുവൻ ചൈനീസ് ഉൽപ്പന്നങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വില കുറച്ച് കിട്ടുന്നത് ചൈനയുടെ സാധനം തന്നെയാണ്. എന്നാൽ അമേരിക്കയുമായുള്ള ചൈനയുടെ ഈ വ്യാപാരം അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ അത് അമേരിക്കയെ തന്നെയായിരിക്കും ബാധിക്കുന്നത്. അമേരിക്കയിൽ ജനങ്ങളുടെ ജീവിത ചെലവ് കൂടും. അവർക്കൊരു സാധനം വാങ്ങാനൊന്നും കഴിയില്ല. എല്ലാം അമേരിക്കൻ ഉൽപ്പന്നങ്ങളോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ചെല്ലുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ വൻ വിലയായിരിക്കും. അതുകൊണ്ട് അമേരിക്കയിൽ ഇപ്പോൾ ഈ വ്യാപാര കരാറിനെതിരായി വളരെയധികം പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. അമേരിക്കൻ അഹങ്കാരത്തിൻ്റെ കലാശക്കൊട്ടാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് പറഞ്ഞാലും തെറ്റൊന്നും ഉണ്ടാവില്ല. ശരിക്കും ലോകത്ത് അമേരിക്ക ഒറ്റപ്പെട്ടിരിക്കുക തന്നെയാണ്. യൂറോപ്പും ഏഷ്യയും അമേരിക്കയിൽ നിന്നും അകന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് മനസ്സിൽ എത്ര ആഗ്രഹമുണ്ടായിട്ടും ഇറാനെ ആക്രമിക്കാൻ ട്രംപ് ധൈര്യപ്പെടാത്തത്. ട്രംപിനെ സംബന്ധിച്ച് പഴയതുപോലെ ഇറാഖിനെയൊക്കെ ആക്രമിച്ചതുപോലെ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനെ ആക്രമിച്ചതുപോലെ ഒരു യൂറോപ്പിൻ്റെയോ അല്ലെങ്കിൽ ബ്രിട്ടൻ്റെയോ ഒന്നും പിന്തുണയോട് കൂടി ഒരിക്കലും ഇറാനെ ആക്രമിക്കാൻ കഴിയില്ല. ഇതിൽ ഒരുതരം അമേരിക്കൻ പിടിവാശിയാണ് ഈ ഇറാൻ്റെ മേൽ ഇപ്പോൾ നടത്തുന്നത് എന്ന് ലോകരാജ്യങ്ങൾക്ക് മുഴുവൻ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരെല്ലാവരും ഇറാൻ ഒപ്പം നിൽക്കുന്നത്. അതല്ലാതെ ഇറാനെ സഹായിക്കാനൊന്നുമല്ല. ഇറാൻ ഒരു ഭീകര രാഷ്ട്രമാണെന്നും അല്ല തീവ്ര രാഷ്ട്രമാണെന്നും മുസ്ലിം രാഷ്ട്രമാണെന്നും ഒക്കെ ഉള്ളിൽ ഇവരുടെ എല്ലാം ബോധമുണ്ട്. എന്നാൽ ഇതിനെ അമേരിക്കയെ പ്രോത്സാഹിപ്പിച്ച് കഴിഞ്ഞാൽ അത് മറ്റു രാഷ്ട്രങ്ങൾക്കും വളരെയധികം പ്രശ്നമാവും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഈ യൂറോപ്യൻ യൂണിയനൊക്കെ അമേരിക്കയിൽ നിന്നും ഇക്കാര്യത്തിൽ അകന്നു നിൽക്കാൻ കാര്യം. അവരെല്ലാം ഇപ്പോൾ ഈ ഇറാനെ പിന്തുണയ്ക്കുന്നുണ്ട്. തന്നെയുമല്ല റഷ്യൻ ഭീഷണി യൂറോപ്പിൻ്റെ മേലിങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ട് അവർക്കിങ്ങനെ ഒരു പക്ഷത്തേക്ക് ചായ്ഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അമേരിക്കൻ പക്ഷത്തേക്ക് മാത്രം ചാഞ്ഞുകൊണ്ട് ഒരു നിലപാടെടുക്കാനും കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് യൂറോപ്പ് ഇപ്പോൾ അതിൽ നിന്ന് മാറി ചിന്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ റഷ്യക്കോ അല്ലെങ്കിൽ മറ്റ് ഇറാനോ ഒക്കെ അനുകൂലമായി സംസാരിക്കാൻ തയ്യാറാകുന്നത്. അറബ് രാജ്യങ്ങളുമൊക്കെ ആയിട്ട് ഒരു സഖ്യം കൊടുക്കുന്നത് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. അവരുടെ നിലനിൽപ്പ് വലിയ പ്രശ്നമായിരിക്കുകയാണ്. അപ്പോൾ അമേരിക്കയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് അമേരിക്കയുടെ തോന്നിയാസങ്ങൾക്ക് കൂട്ടി നിന്ന് കഴിഞ്ഞാൽ അത് അവർക്ക് തന്നെ നാശം ഉണ്ടാവും. ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ അമേരിക്ക ഇവരെ കൈവിടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവരിപ്പോൾ ഒരു സ്വന്തം രാഷ്ട്രമായി നിൽക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതൊക്കെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതാണ്. അങ്ങനെ അമേരിക്ക തീർത്തും ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അമേരിക്ക ഒറ്റയ്ക്ക് തന്നെ അതിനെ നേരിടേണ്ടി വരും. ഇന്നലെ റോമിൽ ഇറാനും അമേരിക്കയും തമ്മിൽ നടന്ന രണ്ടാമത്തെ ചർച്ചയിലും ഇറാൻ അനുകൂലമായി തന്നെ ഒരു തീരുമാനം എടുക്കേണ്ട ഒരു ഗതികേടിലേക്കാണ് അമേരിക്ക എത്തിപ്പെട്ടത് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി മൂന്നാം ഘട്ട ചർച്ചയും വീണ്ടും ഒമാനിൽ തന്നെയാണ് നടക്കാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇറാൻ അനുകൂലമായ ഒരു തീരുമാനം എടുക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാര്യമായ ഒരു യുദ്ധം അല്ലെങ്കിൽ ഇറാനെ ആക്രമിച്ചേ തീരൂ എന്നൊരു നിലപാട് അമേരിക്കൻ സൈന്യത്തിലില്ല എന്ന് വേണേൽ പറയാം. അത് ട്രംപിൻ്റെ മാത്രം ആവശ്യമാണ്. ട്രംപിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് നെതന്യാഹുവിൻ്റെ ആവശ്യമാണ്. അപ്പോൾ അതിനെ അമേരിക്ക എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പില്ല. കാരണം ട്രംപിൻ്റെ ആഗ്രഹത്തിന് അമേരിക്കൻ സൈന്യം എതിർത്ത് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇറാനെ ആക്രമിക്കാനൊന്നും കഴിയില്ല. അല്ലെങ്കിൽ അവൻ്റെ വിശദമായ ഒരു അന്വേഷണം നടത്തി കഴിഞ്ഞ് ഇറാനെ ആക്രമിക്കാൻ തുനിഞ്ഞ് അതിന് വലിയ പരാജയം ഉണ്ടാകുമെന്നൊക്കെ അവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കലും ആ പണിക്ക് നിൽക്കുകയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു കരാറിന് തയ്യാറാവുന്നത്. എന്നാൽ ഈ കരാറിനെ ഇറാൻ ഒരിക്കലും വിശ്വസിക്കുന്നുമില്ല. കാരണം ട്രംപ് എപ്പോഴും മലക്കം പറയുന്ന ഒരാളായിട്ട് വിശ്വസിക്കാൻ കഴിയില്ലല്ലോ. ഇങ്ങനെ ഈ കരാറിന് ഒപ്പുവെക്കുകയും ഇങ്ങനെ ചെയ്യുമ്പോൾ പോലും ഇറാനിൽ നിന്നും എണ്ണ വാങ്ങുന്ന ചൈനീസ് കമ്പനികൾക്ക് ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നലെ ഈ ട്രംപ് ഉത്തരവിട്ടത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ അമേരിക്കയുടെ ഇരട്ടത്താപ്പ്. കാരണം അയാളെ ആർക്കും മനസ്സിലാവുന്നില്ല ട്രംപിനെ. എന്നാൽ അമേരിക്കയുടെ ഇരട്ടത്താപ്പും ഇങ്ങനത്തെ നയങ്ങളും അറിയാവുന്നത് കൊണ്ട് തന്നെ ഇറാന്റെ കൈവശം ഏറ്റവും നൂതനമായ ആയുധങ്ങളുണ്ടെന്നും അതിനെ അതിജീവിക്കാൻ ആർക്കും കഴിയില്ല എന്ന് ഇറാന്റെ ആർമിയുടെ തലവൻ, അയാളുടെ പേര് ഹിയൂമർ ഹൈദരലി എന്നാണ്, അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനയും ഇന്നലെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഗ്രൗണ്ട് യൂണിറ്റുകൾക്ക് വേഗത്തിൽ നീങ്ങാനുള്ള കരുത്ത്, ഉയർന്ന സാങ്കേതികത, പൂർണ്ണ ആക്രമണശേഷി, പ്രകാശ വേഗത്തിൽ ലക്ഷ്യത്തിലെത്താനുള്ള കഴിവ് ഇതെല്ലാം ഉണ്ടെന്നാണ് ഈ ഹൈദാരി പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവന പുറത്തു വന്നതോടുകൂടി പ്ലാസ്മ ആയുധങ്ങളെക്കുറിച്ചാണോ ബ്രിഗേഡിയർ സംസാരിക്കുന്നത് എന്ന് പലരും സംശയിക്കുകയാണ്. ഇപ്പോൾ ന്യൂക്ലിയർ ആയുധങ്ങളെ പോലും മറികടക്കുന്ന ഒരു സംവിധാനമാണ് ഈ പ്ലാസ്മയുടേത്. ഇറാൻ ഈ ആയുധം കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ സംഗതി കൊടുക്കും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. അത് വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി ഇറാൻ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാര്യം അവർക്ക് ഉപരോധമൊക്കെയാണ്. പക്ഷേ ഒരു പരിധി വരെ ഈ ഉപരോധം ഇറാൻ അനുകൂലം തന്നെയാണ്. കാരണം അവർക്ക് എന്ത് സാധനം ആരുടെ നിന്ന് വാങ്ങാം, എന്തും ഉണ്ടാക്കാം, ഇങ്ങനെയാണ്. എന്നാൽ ഇപ്പുറത്തൂടെ ബ്ലാക്കിലൂടെ ഇവർക്ക് എണ്ണ വിറ്റ് കാശും ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് ആരുടെയും കൈകാലം പിടിക്കേണ്ട ആവശ്യമില്ല. ഈ
ഗുണ്ടാ ലിസ്റ്റിൽ പേര് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ഗുണ്ടായുസം കാണിക്കാമല്ലോ. ആ ഒരു നിലപാടാണ് ഇപ്പോൾ ഇറാൻ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രകാശവേഗത്തിനും അപ്പുറമായി പ്ലാസ്മ പ്രൊജക്ടൈൽ അല്ലെങ്കിൽ മിസൈലുകൾ അയക്കാൻ കഴിയുമെന്നതാണ് ഈ പ്ലാസ്മയുടെ പ്രത്യേകത എന്ന് നമ്മൾ അറിയണം. കൂടാതെ കൃത്യമായി ലക്ഷ്യത്തിലെത്താനും കണികകളെ പൂർണ്ണമായി കത്തിച്ച് അതിഭയാനകമായ ചൂട് പ്രകോപിപ്പിച്ച് നാശത്തിൻ്റെ വ്യാപ്തി കൂട്ടാനും കഴിയുന്നത് കൊണ്ടാണ് ഇത് ഈ പ്ലാസ്മ സംവിധാനം ന്യൂക്ലിയറിനെയും കവച്ചു വയ്ക്കും എന്ന് നിരൂപകർ വിലയിരുത്തുന്നു. പുറമേ നിന്നുള്ള ഒരു ഭീഷണി സ്ഥിരമായി നേരിടുന്ന ഒരു രാജ്യമാണ് ഇറാൻ എന്നുള്ളതുകൊണ്ട് ഇറാന്റെ ആയുധശേഷിയെക്കുറിച്ച് ആർക്കും അത്ര പിടിപാടൊന്നുമില്ല എന്ന് പറയുന്നതാണ് വസ്തുത. എന്നാൽ ഇപ്പോൾ ഈ ഇറാനിൽ നിന്നും അല്ലെങ്കിൽ ഇറാന്റെ സൈനിക തലവനിൽ നിന്നും ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാകാൻ ഒരു പ്രത്യേക കാരണമാണ്. അത് ട്രംപിന്റെ ഒരു ഭീഷണിയെ ഭയന്നാണ് അവരിപ്പോൾ ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ മാസം അമേരിക്കയുടെ ന്യൂക്ലിയർ ട്രിഗറുകൾ സൂപ്പർ ഫാസ്റ്റ് ആക്കാൻ വേണ്ടി ട്രംപ് ഉത്തരവിട്ടതായി ചില രഹസ്യ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ന്യൂക്ലിയർ ട്രിഗറുകൾ അതിവേഗത്തിൽ സജീവമാക്കിക്കൊണ്ട് സന്ദേശം ലഭിച്ചു കഴിഞ്ഞാൽ ആണവായുധങ്ങൾ 2 മിനിറ്റോ അല്ലെങ്കിൽ അതിൽ കുറവോ ആയ സമയം കൊണ്ട് ലക്ഷ്യത്തിൽ എത്തിക്കണം എന്നാണ് ട്രംപിന്റെ പ്രത്യേക നിർദ്ദേശമുള്ളത്. 1945 ഹിരോഷിമയിൽ വർഷിച്ചതിനേക്കാൾ 24 മടങ്ങ് ശേഷിയുള്ള മാരകമായ 360 കിലോ ടൺ B6113 ഗ്രാവിറ്റി ന്യൂക്ലിയർ ബോംബ് 2026 കൂടി തയ്യാറാക്കാനാണ് അമേരിക്ക ഇതുവരെ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ട്രംപ് ഇപ്പോൾ വന്നതോടുകൂടി അയാളുടെ ഉത്തരവ് ഈ 2025 തന്നെ ഇത് തയ്യാറാക്കണം. അത് തന്നെയല്ല, ഏത് നിമിഷവും ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ 2 മിനിറ്റോ അല്ലെങ്കിൽ അതിൽ താഴെയുള്ള സമയം കൊണ്ട് അത് ലക്ഷ്യത്തിലെത്താനുള്ള സംവിധാനവും ഒരുക്കണം എന്നാണ് അയാൾ ഓർഡർ ഇട്ടിരിക്കുന്നത്. ഇത് വളരെ അപകടകരമായ ഒരു നീക്കം തന്നെയാണ്. ഇത് രഹസ്യ റിപ്പോർട്ട് തന്നെയാണ്. ഇത് ഒരിക്കലും പുറം ലോകം പറഞ്ഞിട്ടില്ല. ഇനി ക്രമേണ ആ വാർത്തകളിൽ വരുന്നത് നിങ്ങൾക്കറിയാൻ കഴിയും. ഇതിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ട്രംപിന്റെ ഒരു വാക്കും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അയാൾ ശരിക്കും ഭ്രാന്ത് പിടിച്ചതുപോലെയാണ് ഇപ്പോൾ പെരുമാറുന്നത്. ഈ 2ാം ലോകമഹായുദ്ധത്തിന് മുൻപ് ഹിറ്റ്ലറും മുസോളിനിയും ഒക്കെ ഇത്തരം നിയന്ത്രണങ്ങളും വീണ്ടും വിചാരമില്ലാത്ത ചില തീരുമാനങ്ങൾ എടുത്തതാണ് ആ രാജ്യങ്ങളുടെ എല്ലാം നാശത്തിന് കാരണമായതും ശരിക്കും 2ാം ലോകമഹായുദ്ധം ഉണ്ടാകാൻ കാരണവും. അവർ തങ്ങളുടെ ശക്തിയിൽ അമിതമായി അഹങ്കരിച്ച നേതാക്കന്മാരാണ്. ലോകയുദ്ധത്തിൽ ആദ്യമൊക്കെ ഇവരെ മേൽക്കൈ നേടിയിട്ടുണ്ടായിരുന്നെങ്കിലും എന്നാൽ പിന്നീട് ഉണ്ടായ കാര്യങ്ങളെല്ലാം നമുക്കറിയാവുന്നതാണ്. ജപ്പാനും ഇറ്റലിയും ജർമ്മനിയും എല്ലാം തകർന്ന് തരിപ്പണം അടിച്ച് ഇവന്മാരെല്ലാം ചാകുക അല്ലെങ്കിൽ കൊല്ലുക, ആത്മഹത്യ ചെയ്യുക, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ നമുക്കറിയാവുന്ന ചരിത്രങ്ങളാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. അത് ഈ ട്രംപിനെ പോലുള്ള ചില ഭ്രാന്തന്മാർ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില തകരാറുകളാണ്. ഇതിൻ്റെ ഒന്നും ഭവിഷ്യത്ത് ഇവർ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഈ ആധുനിക കാലഘട്ടത്തിൽ വീറും വാശിയും കൊണ്ടൊന്നും നേടാൻ കഴിയില്ല എന്നുള്ള കാര്യമാണ് സത്യം. എത്ര വലിയ ശക്തിയായിട്ടും ചെങ്കടലിൽ പോലും ഒരു ആധിപത്യം നേടാൻ അമേരിക്കയ്ക്ക് കഴിയുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനിയൊരു ലോകമഹായുദ്ധം ഉണ്ടായാൽ അത് അമേരിക്കയെ മാത്രം ലക്ഷ്യം വെച്ചുള്ള ലോകരാഷ്ട്രങ്ങളുടെ ഒരു ഏകോപനമായിരിക്കുമെന്ന് പല യുദ്ധകാര്യ വിദഗ്ധരും അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ മുന്നറിയിപ്പിനെ ട്രംപ് കാര്യമാക്കുന്നില്ലെങ്കിലും അവിടുത്തെ ജനങ്ങൾ ഇത് കാര്യമാക്കുന്നുണ്ട് എന്ന് അവിടെയുള്ള പ്രതിഷേധങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അമേരിക്കയ്ക്ക് ഒരു രാജാവിനെ അല്ല, ഒരു വെറും പ്രസിഡന്റിനെ മാത്രം ആവശ്യമുള്ളൂ എന്നാണ് അവിടുത്തെ പ്രതിഷേധക്കാർ ഇപ്പോൾ വിളിച്ചു പറയുന്നത്. ഇസ്രായേലിൽ നെതന്യാഹുവിനെതിരായിട്ട് നടക്കുന്ന പ്രതിഷേധങ്ങൾ പോലെ ഇപ്പോൾ അമേരിക്കയിലും ട്രംപിനെതിരായി അതിഭയങ്കരമായ പ്രതിഷേധങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രതിഷേധങ്ങൾ ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. രക്ഷപ്പെടാൻ ഒരിക്കലും ട്രംപിന് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാർത്തകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.